വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ക്ഷേത്രം എന്നാൽ എന്ത് എന്നുള്ള പരമ്പരയിലെ അടുത്ത ഒരു അധ്യായമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു ധ്വജം അഥവാ കൊടിമരം. ആദ്യകാലത്ത് ക്ഷേത്രങ്ങളെ സൂചിപ്പിക്കാനും ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ ഏതെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ട് ഉള്ള ഒരു അടയാളം എന്ന പോലെ പ്രവർത്തിച്ചിരുന്നതാണ് കൊടിമരം. അതിൻ്റെ താന്ത്രിക വശത്തെപ്പറ്റി അല്ല പറയുന്നത്, ഒരു ഉപയോഗത്തെപ്പറ്റിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. വലിയൊരു ഉപകാരമായിരുന്നു അന്ന് അക്കാലത്ത് ക്ഷേത്രത്തെപ്പറ്റി തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിരുന്നു ധ്വജം അഥവാ കൊടിമരം. കൊടിമരത്തിൻ്റെ മുകളിൽ ഏത് ദേവനാണോ പ്രതിഷ്ഠ ആയിട്ട് മുഖ്യപ്രതിഷ്ഠ ഏത് ദേവനായിരുന്നു ആ ദേവൻ്റെ വാഹനമായിരുന്നു കൊടിമരത്തിൻ്റെ മുകളിൽ ഉണ്ടാവുക. അത് നോക്കിയിട്ടാണ് ഏത് ദേവതയുടെ ക്ഷേത്രമാണ് അത് എന്ന് തിരിച്ചറിയുക. പ്രധാനമായിട്ടും കൊടിമരം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തേക്കും തടിയാണ്. വളരെ ഐശ്വര്യപൂർണമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവയവമാണ് കൊടിമരം. അതുകൊണ്ട് തന്നെ ഒരുപാട് താന്ത്രിക പ്രാധാന്യങ്ങളും ഒക്കെ ഉള്ളതാണ് കൊടിമരത്തിൻ്റെ കാര്യങ്ങൾ. കൊടിയേറ്റുക എന്നുള്ള ചടങ്ങിനും ഒട്ടുമുക്കാലും ക്ഷേത്രങ്ങളിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ചില ക്ഷേത്രങ്ങളിൽ പ്രാദേശിക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില താന്ത്രിക വശാൽ കൊടുങ്ങല്ലൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ കൊടിമരമില്ല. കൊടികൾ കയറ്റുന്നത് അവിടെയുള്ള ആൽമരങ്ങളിലാണ് കൊടികൾ കയറ്റുന്നത്. അതേപോലെ തന്നെ പുതിയ യുഗത്തിൽ, പുതിയ കാലഘട്ടത്തിൽ കൊടിമരത്തിൻ്റെ ഉള്ളിൽ തടി മരം ഉപയോഗിക്കുന്നതിന് പകരം കോൺക്രീറ്റ് കാലാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പറ ഇറക്കി പൊതിയുന്ന സംവിധാനമുണ്ട്. അതിനെ ഒരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മുഖ്യമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചലോഹം പൊതിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കളർ എപ്പോഴും ഫെയ്ഡായിക്കൊണ്ടിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില തന്ത്രിമുഖ്യന്മാരാണ് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. അതിനോട് നമുക്ക് യോജിപ്പില്ല. അത് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. അതായത് കൊടിമരത്തിൻ്റെ പിൻപിലാണ് വലിയ ബലിക്കല്ലുള്ളത്. വലിയ ബലിക്കല്ലിലും കൊടിമരത്തിലും ഭക്തജനങ്ങൾ ഒരു കാരണവശാലും തൊടാൻ പാടില്ല. അത് തൊട്ട് അശുദ്ധമാക്കരുത്. പല ആചാരരീതികളിലും തെറ്റായിക്കൊണ്ട് ഭക്തജനങ്ങൾ അത് തൊട്ട് തൊഴുന്ന ഒരു ചടങ്ങ് കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കൊടിമരത്തെ നമുക്ക് വന്ദിക്കാം, അതിനെ തൊട്ട് തൊഴുത്